2024-25 ഈ വർഷം മാർച്ചിൽ നടന്ന എൻവിയോൺമെൻറ്റൽ സയൻസ് EVSൻ്റെ ചോദ്യപേപ്പറും ഉത്തരങ്ങളുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആക്ടിവിറ്റി 1 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ് അല്ലേ, വ്യത്യസ്ത തരത്തിലുള്ള പ്ലാന്റ്സ് ഉണ്ട് അല്ലേ, ഹെർബ്സ് ഉണ്ട്, ഷ്രബ്സ് ഉണ്ട്, ട്രീസ് ഉണ്ട്. ക്വസ്റ്റ്യൻ എ, ഡോണ്ട് യു നോ ദാറ്റ് പ്ലാന്റ്സ് അറൗണ്ട് അസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഹെർബ്സ്, ഷ്രബ്സ് ആൻഡ് ട്രീസ്. നമ്മുടെ ചുറ്റുമുള്ള പ്ലാന്റ്സിനെ ഹെർബ്സ്, ഷ്രബ്സ്, ട്രീസ് എന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ദി ടേബിൾ ഓൺ ദി ബേസിസ് ഓഫ് ദർ ഫീച്ചേഴ്സ്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതിയിട്ട് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഇവിടെ ഷ്രബ്സിൻ്റെ ഫീച്ചറിലെ ഒരു പ്രത്യേകത എന്താണ്, ഹാർഡ് സ്റ്റെമ്മാണെന്ന് തന്നിട്ടുണ്ട്. ട്രീസിൻ്റെ എന്തായിരിക്കും, വെരി ഹാർഡ് സ്റ്റെമ്മില്ലേ, ഇതിനേക്കാൾ കട്ടിയുള്ളതായിരിക്കും മരങ്ങൾ നമ്മുടെ തെങ്ങ്, മാവ് ഇല്ലേ, ആ മരങ്ങളെ ഓർക്കുക അല്ലേ, വെരി ഹാർഡ് സ്റ്റെമ്മായിരിക്കും, നല്ല കട്ടിയുള്ള മരങ്ങളായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും കട്ടി കുറഞ്ഞതാണ് ഹെർബ്സിലെ ഫസ്റ്റ് ഉള്ളത്, നമ്മുടെ ഔഷധ ചെടികൾക്ക്. അപ്പോൾ സോഫ്റ്റ് സ്റ്റെമ്മായിരിക്കും അല്ലേ, സോഫ്റ്റ് അല്ലേ, മൃദുവായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റെമ്മായിരിക്കും ഔഷധ ചെടികളില്ലേ, പെട്ടെന്ന് നശിച്ചു പോകുന്നവയായിരിക്കും അല്ലേ. ഹെർബ്സ് ഔഷധ ചെടികൾ ഏറ്റവും ചെറുതാണ് അല്ലേ, നോട്ട് സോ ടാൾ അല്ലേ, വലുതല്ല, അതായത് ചെറുതാണ് അല്ലേ. അതിനെന്തായിരിക്കും, സോഫ്റ്റ് സ്റ്റെമ്മാണ് അല്ലേ, സ്റ്റെമ്മ് കട്ടിയില്ലാത്തതാണ്, അതുകൊണ്ട് തന്നെ അതിന് ഷോർട്ട് ലൈഫ് സ്പാനും ആയിരിക്കും അല്ലേ. കട്ടിയില്ലാത്ത തണ്ടായതുകൊണ്ട്, കൊമ്പായതുകൊണ്ട് അല്ലേ, സ്റ്റെം ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് നശിച്ചു പോകും, അതായത് അതിൻ്റെ ആയുസ്സില്ലേ പെട്ടെന്ന് കേടുവന്ന് പോകും, അതാണ് ലൈഫ് സ്പാൻ അല്ലേ. അതിൻ്റെ ആയുസ് കുറവായിരിക്കും, ലൈഫ് സ്പാനും കുറവായിരിക്കും, അതെന്താണ്, ചെറുതാണ്. അതുപോലെ അതിൻ്റെ സ്റ്റെമ്മ് സോഫ്റ്റ് ആയിരിക്കും, ഒക്കെ ചെറുതുള്ളതാണ് ഹെർബ്സ് എന്ന് പറയുന്നത്. ഔഷധ ചെടികളെല്ലാം ചെറുതാണ്, അതിൻ്റെ സ്റ്റെമ്മ് സോഫ്റ്റ് ആയിരിക്കും, അത് ചെറിയ ചെടിയാണ്, സ്റ്റെമ്മ് സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോവും, അതായത് അതിൻ്റെ ലൈഫ് സ്പാനും കുറവായിരിക്കും. ട്രീസിൻ്റെതാണെങ്കിലോ, ട്രീസ് എന്ന് പറഞ്ഞാൽ വെരി ഹാർഡ് സ്റ്റെമ്മാലിൻ്റെ, ഇത് സോഫ്റ്റാണ്, ഇത് വെരി ഹാർഡില്ലേ, നല്ല കട്ടിയുള്ളതാണ് മരങ്ങളുടേതിൽ. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ളതാണ് ഷ്രബ്സ് അല്ലേ, നമ്മുടെ കുറ്റിച്ചെടികളിലെ ഹാർഡ് സ്റ്റെമ്മാണ്. നമ്മുടെ ഹിബിസ്കസ്, റോസിൻ്റെ ഒക്കെ സ്റ്റെം എന്താണ്, പെട്ടെന്ന് പൊട്ടൂല, കുറച്ചൊരു ഹാർഡാണ്, വെരി ഹാർഡല്ല എന്നാലും ഹാർഡാണ് അല്ലേ. അപ്പോൾ ട്രീസിൻ്റെ പ്രത്യേകത വെരി ഹാർഡ് സ്റ്റെമ്മാണ്, അതുകൊണ്ട് തന്നെ എന്താണ്, പെട്ടെന്ന് പൊട്ടൂല. അപ്പോൾ ലൈഫ് സ്പാനും കൂടുതലായിരിക്കും അല്ലേ, ലോങ് ലൈഫ് സ്പാൻ ആയിരിക്കും അല്ലേ. വെരി ബിഗ് ഇൻ സൈസിലെ, ബിഗ് ആൻഡ് ടോൾ ആയിരിക്കും അല്ലേ, വലുതും നല്ല തടിയുള്ളതും നല്ല കട്ടി വലിപ്പമുള്ളതല്ലേ മരങ്ങളെന്ന് പറയുന്നത്. ഇത് നോട്ട് സോ ടാളില്ലേ, അത്ര വലുതല്ല. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ളതാണ് ഷ്രബ്സ് എന്ന് പറയുന്നത്, അതായത് മീഡിയം സൈസ്ഡ് പ്ലാന്റ്സ് അല്ലേ, മീഡിയം സൈസ്, അതായത് നല്ല വലുതുമല്ല പറ്റ ചെറുതുമല്ല, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ മീഡിയം സൈസ്ഡ് പ്ലാന്റ്സ് ആണ് ഷ്രബ്സ് എന്ന് പറയുന്നത്. നല്ല വലിയ മരങ്ങൾ അത്ര ഉണ്ടോ നമ്മുടെ ഹിബിസ്കസിൽ, ചെമ്പരത്തി, റോസ് പ്ലാന്റ്സ് ഒക്കെ അല്ലേ, അത്ര വലിപ്പമല്ല. പക്ഷെ പറ്റ ചെറിയ കുറ്റിച്ചെടിയിൽ നല്ല ചെറിയ തുളസി അത്ര ചെറുതുമല്ല, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ മീഡിയം സൈസ്ഡ് പ്ലാന്റ്സ് ആണ് ഷ്രബ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ലൈഫ് സ്പാൻ എന്തായിരിക്കും, ഇറ്റ് ലീവ്സ് ഫോർ ഇയേഴ്സ് അല്ലേ, വർഷങ്ങളോളം ജീവിക്കും. ഇതിൻ്റെ ലൈഫ് സ്പാന് വളരെ കുറവായിരിക്കും, ഇതിൻ്റെത് വളരെ കൂടുതലായിരിക്കും അല്ലേ, ലൈഫ് സ്പാന് മെനി ഇയേഴ്സ് ആണ്. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലില്ലേ, ഇറ്റ് ലീവ്സ് ഫോർ ഇയേഴ്സിലെ കുറച്ച് വർഷക്കാലമൊക്കെ ജീവിക്കും. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദി ഫീച്ചേഴ്സ് ഓഫ് പ്ലാന്റ്സ് ദാറ്റ് ലീവ് ഇൻ വാട്ടർ അല്ലേ, വാട്ടറിൽ ലീവ് ചെയ്യുന്ന, ജീവിക്കുന്ന അല്ലെ, ലീവ് ഇൻ വാട്ടർ അല്ലേ, അതിൻ്റെ പ്ലാന്റ്സിൻ്റെ ഫീച്ചേഴ്സ് ഏതാനാണ് പറഞ്ഞത്, പ്രത്യേകതകൾ അല്ലെ. വെള്ളത്തിലുള്ള ചെടികളിലെ വാട്ടർ പ്ലാന്റ്സിൻ്റെ ഫീച്ചേഴ്സ് ഏതാനാണ് പറഞ്ഞത്. എന്തൊക്കെയാണ് വാട്ടർ പ്ലാന്റ്സ് അല്ലേ, വെള്ളത്തിലുള്ള ചെടികൾ ഏതൊക്കെയാണ്, ലോട്ടസ്, താമര, ആമ്പലൊക്കെ അല്ലേ, വെള്ളത്തിലുള്ള ചെടികൾ. അതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും, വലിയ ഇലകളല്ല അതിനുള്ളത്, ബിഗ് ലീവ്സ് ആയിരിക്കും. ആ ലീവ്സിന് എന്താണ്, ഒരു വാക്സി കോട്ടിങ് ഉണ്ടായിരിക്കും ഇല്ലേ. അതുപോലെ ആ പ്ലാന്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ഗ്രോ ഇൻ അല്ലേ, വാട്ടറിൽ വെള്ളത്തിലുള്ള ചെടികളാണ് വാട്ടർ പ്ലാന്റ്സ് എന്ന് പറയുന്നത് അല്ലേ. ദി പ്ലാന്റ്സ് ഗ്രോ ഇൻ വാട്ടർ അല്ലേ, ഡു നോട്ട് റൂട്ട് അല്ലേ, അടിയിലേക്ക് വേരുകളൊന്നും ഉണ്ടാവില്ല, റൂട്ടൊന്നും ഉണ്ടാവില്ല, വെള്ളത്തിൽ വളരുന്ന പ്ലാന്റ്സ് ആണ് വാട്ടർ പ്ലാന്റ്സ് അല്ലേ. അതുപോലെ അതിൻ്റെ ലീവ്സും ഫ്ലവേഴ്സും ഫ്ലോട്ട് ഓൺ വാട്ടർ സർഫസ് അല്ലേ, ദി ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ് ഫ്ലോട്ട് ഓൺ വാട്ടർ സർഫസ്. അതിൻ്റെ ലീവ്സ്, ഇലകളും പൂക്കളും ഒക്കെ എന്താണ്, വാട്ടറിൻ്റെ പ്രതലത്തില്ലേ, സർഫസിൽ ഇങ്ങനെ പൊന്തി നിൽക്കൂലേ, ഫ്ലോട്ട്. അതായത് താമരയും ആമ്പലും ഒക്കെ നമ്മൾ വെള്ളത്തിൻ്റെ മുകളിലല്ലേ കാണുന്നത്, അതിൻ്റെ ഫ്ലവറും ലീവ്സും നമുക്ക് വെള്ളത്തിൻ്റെ മുകളിലില്ല, അതിൻ്റെ ഇലകളും പൂക്കളും വെള്ളത്തിൻ്റെ മുകളിൽ നമുക്ക് കാണാം അല്ലേ, വാട്ടറിൻ്റെ സർഫസിൽ ഇങ്ങനെ പൊന്തി നിൽക്കും അല്ലേ. അതിൻ്റെ സ്റ്റെമ്മാണ് താഴോട്ട് ഉണ്ടാവുക അല്ലേ, അതെന്തായിരിക്കും, ലോങ് സ്റ്റെം ആയിരിക്കും അല്ലേ, അത് നീളമുള്ള തണ്ടുകളായിരിക്കും അല്ലേ, താമരൻ്റെയും ആമ്പലിൻ്റെ ഒക്കെ ലോങ് സ്റ്റെം ആയിരിക്കും. അതുപോലെ ലീവ്സിന് എന്താണ്, ലീവ്സ് ഹാവ് വാക്സി കോട്ടിങ് അല്ലേ, ഒരു വാക്സി കോട്ടിങ് ഉണ്ടായിരിക്കും, അതായത് മെയ്ഗ് പോലുള്ള ആവരണം. നമ്മൾ ചേമ്പിൻ്റെ ഇലയിലൊക്കെ മഴവെള്ളം ആയാൽ ആ വെള്ളം അങ്ങനെ പൊന്തി നിൽക്കുന്നത് കാണാം അല്ലേ, അതായത് ഒരു വാക്സി കോട്ടിങ്, ഒരു മെയ്ഗ് പോലത്തെ ആവരണം ഉണ്ടാകുമ്പോൾ വെള്ളം അങ്ങനെ പൊന്തി നിൽക്കും, അതുപോലത്തെ ഇലകളായിരിക്കും ഈ വാട്ടർ പ്ലാന്റ്സിനും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഇത് ഫീച്ചേഴ്സ് ഓർത്ത് വെക്കാൻ, ആ ലോട്ടസും അല്ലേ, ആമ്പലും താമരയൊക്കെ, ആ പൂക്കൾ അതല്ലേ വെള്ളത്തിലുള്ള വാട്ടർ പ്ലാന്റ്സ് എന്ന് പറയുന്നത്, അത് ഓർത്ത് വെക്കുക. അവയുടെ സവിശേഷത എന്തൊക്കെയാണ് അല്ലേ, അതിൻ്റെ പൂവും ഇലയൊക്കെ വെള്ളത്തിൻ്റെ സർഫസിലാണല്ലേ, വാട്ടർ സർഫസിലാണുള്ളത്. അതുപോലെ എന്താണ്, അത് വെള്ളത്തിൽ വളരുന്ന ചെടികളാണല്ലേ വാട്ടർ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അതിന് ലോങ് സ്റ്റെമ്മില്ലേ, നല്ല നീണ്ട സ്റ്റെമ്മായിരിക്കും, അതിൻ്റെ വാക്സി കോട്ടിങ് ഉണ്ടാവും അതിൻ്റെ ഇലകൾക്ക്, അതുപോലെ ഇലകളും വലുതായിരിക്കും അല്ലേ, ബിഗ് ലീവ്സ് ആയിരിക്കും. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ, പുട്ട് എ ടിക്ക് മാർക്ക് അഗെയിൻസ്റ്റ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബിലോ അല്ലേ, താഴെ തന്നിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിന് നേരെ ഒരു ടിക്ക് മാർക്ക് അല്ലേ, ഒരു ശരിയിടാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്, ഫസ്റ്റ് വൺ, റൂട്ട്സ് ഫിക്സ് ദി പ്ലാന്റ് ഇൻ ദി സോയിൽ
റൂട്ടാണോ പ്ലാന്റ്സിനെ മണ്ണിൽ ഫിക്സ് ചെയ്ത് നിർത്തുന്നത്? റൂട്ട് ഫിക്സ് ദി പ്ലാന്റ്സ്. റൂട്ട് എന്താണ്? പ്ലാന്റ്സിനെ ഫിക്സ് ചെയ്ത് നിർത്തുന്നു ഇൻ ദി സോയിലെ, മണ്ണിൽ ഫിക്സ് ചെയ്ത് നിർത്തുന്നത് റൂട്ടാണോ? റൂട്ടാണ് അല്ലേ? അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ ടിക്ക് മാർക്ക് ഇടാം. ശരിയായിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ടിക്ക് ഇടാം അല്ലേ. സെക്കൻഡ്, ആൾ പ്ലാന്റ്സ് ബ്ലൂം. എല്ലാ പ്ലാന്റ്സും ബ്ലൂം ചെയ്യോ? ബ്ലൂം പറഞ്ഞാൽ പുഷ്പിക്കല്ലേ, പൂക്കൾ ഉണ്ടാവുമോ? എല്ലാ പ്ലാന്റ്സിനും പൂക്കൾ ഉണ്ടാവില്ല അല്ലേ, പൂക്കളില്ലാത്ത ചെടികളും ഉണ്ട്. അപ്പോൾ അത് തെറ്റാണ്. ശരിയുള്ളതിന് നേരെ മാത്രം ശരി ഇട്ടാൽ മതി. തേർഡ് ക്വസ്റ്റ്യൻ, ദി സ്റ്റെം പ്രിപ്പയേഴ്സ് ദി ഫുഡ് നീഡഡ് ഫോർ ദി പ്ലാന്റ്. പ്ലാന്റിന് ആവശ്യമായ നീഡായിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് സ്റ്റെമ്മാണോ? അല്ല, അത് തെറ്റാണല്ലേ, സ്റ്റെമ്മാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ശരിയാണെങ്കിൽ ശരി ഇട്ടാൽ മതി. ഫോർത്ത്, ആൾ ദി ഫ്ലവേഴ്സ് ഇൻ എ പ്ലാന്റ് ഡു നോട്ട് ബിക്കം ഫ്രൂട്ട്സിൽ. എല്ലാ ഫ്ലവേഴ്സും ഫ്രൂട്ട്സിലെ കായ്കളായിട്ട് മാറില്ല. ഫ്ലവേഴ്സ് എല്ലാം ഫ്രൂട്ട്സ് ആയിട്ട് മാറുമോ? ഇല്ല, അത് ശരിയാണ്. അപ്പോൾ ശരിയായത് കൊണ്ട് ശരി ഇടുക അല്ലെ, ടിക്ക് ഇടുക. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ ആക്ടിവിറ്റി 2, നോ അവർ ഫുഡ്. നമ്മുടെ ഭക്ഷണം, ഫുഡിനെ തിരിച്ചറിയുന്ന പ്രവർത്തനമാണ്. അമ്മു പ്രിപ്പയർഡ് ദി ഫോളോവിങ് ടേബിൾസ് ടു ക്ലാസിഫൈ ഡിഫറെൻറ്റ് ഫുഡ് ഐറ്റംസ് ബേസ്ഡ് ഓൺ ദർ ഫീച്ചേഴ്സ്. അവയുടെ ഫീച്ചേഴ്സിന് പ്രത്യേകതക്കനുസരിച്ച് അമ്മു എന്താണ് ഈ ടേബിളിലുള്ളത് ക്ലാസിഫൈ ചെയ്തതാണ് ഫുഡിനെ, ഡിഫറെൻറ്റ് ഫുഡ്സ്, അതായത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, സെറീൽസ്. ഫ്രൂട്ട്സ് ആണോ? ഗ്രേപ്സ് ഫ്രൂട്ട്സ് ആണ്. റൈസ്, അരി എന്താ ഫ്രൂട്ട്സ് ആണോ? അല്ല. ലേഡി ഫിംഗർ ഫ്രൂട്ട്സ് അല്ല, വെജിറ്റബിൾ ആണ്. അതൊക്കെ തെറ്റാണല്ലേ. ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഒബ്സർവ് ദി ടേബിൾ ആൻഡ് ഹെൽപ്പ് അമ്മു ക്ലാസിഫൈ ദം പ്രോപ്പർലി. അപ്പോൾ ഈ ടേബിൾ ഒബ്സർവ് ചെയ്തിട്ട് അമ്മുവിനെ സഹായിക്കാനാണ് പറഞ്ഞത്, ഹെൽപ്പ് ചെയ്യാനല്ലേ. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. അപ്പോൾ ഫ്രൂട്ട്സ് ഏതൊക്കെയാണ്? ഗ്രേപ്സ്, ഓറഞ്ച്, ആപ്പിൾ, ഇതൊക്കെ അല്ലേ ഫ്രൂട്ട്സ്. അപ്പോൾ ഫ്രൂട്ട്സ് എന്ന് എഴുതിയിട്ട് അതൊക്കെ എഴുതുക. വെജിറ്റബിൾസ് ഏതൊക്കെയാണ്? പച്ചക്കറികൾ, ലേഡി ഫിംഗർ, കുക്കുംബർ, ബ്രിഞ്ചാൾ, ഇതൊക്കെയാണ് വെജിറ്റബിൾസ്. ഇനി സെറീൽസ് ഇല്ലേ, ധാന്യങ്ങൾ ഏതൊക്കെയാണ്? റൈസ്, മൈസ്, വീറ്റ്, ഇതൊക്കെയാണ് ധാന്യങ്ങളില്ലേ, സെറീൽസ്. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, വൈ ഡു വി ഇൻക്ലൂഡ് വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഇൻ അവർ ഡയറ്റ്? പ്രിപ്പയർ എ നോട്ട്. എന്തിനാണ് നമ്മൾ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് അല്ലേ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, സെറീൽസ്, അങ്ങനെ കുറേ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് നമ്മുടെ ഡയറ്റിൽ, ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് എന്തിനാണ്? വി ഇൻക്ലൂഡ് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ഫുഡ് ഇൻ അവർ ഡയറ്റ് മെയിൻലി ഫോർ ഗ്രോത്ത് ഓഫ് അവർ ബോഡി. നമ്മൾ എന്തിനാണ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കാറ്റഗറി ഫുഡ് ഐറ്റംസ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? മെയിൻലി ഫോർ ഗ്രോത്ത് ഓഫ് അവർ ബോഡി, നമ്മുടെ ബോഡിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അല്ലേ. നമ്മൾ വളരാൻ എന്താണ് നമുക്ക് ആഹാരം, ഭക്ഷണം ആവശ്യമാണ് അല്ലേ. മെയിനായിട്ട് ഗ്രോത്ത് ഓഫ് അവർ ബോഡിയാണ്. സെക്കൻഡോ, പ്രിവെൻറ്റ് ഡിസീസസിലെ രോഗങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി, രോഗപ്രതിരോധ ശേഷി കിട്ടാൻ വേണ്ടിയിട്ടില്ലേ. ഫുഡിലൂടെ നമുക്ക് രോഗങ്ങളെ തടയാനുള്ള ശേഷി കിട്ടുന്നുണ്ടല്ലേ. അതായത് നല്ല കലോറി ഇല്ല, നല്ല ഹെൽത്തി ആയിട്ട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡാണെങ്കിൽ നമുക്കെന്താണ് നല്ല ആരോഗ്യം ഉണ്ടാവും അല്ലേ. അപ്പോൾ പ്രിവെൻറ്റ് ഡിസീസ് രോഗങ്ങളെ തടയാനുള്ള ശേഷി കിട്ടും. അതുപോലെ ടു ഗെറ്റ് എനർജി ഫോർ വർക്ക്സ് അല്ലേ, ജോലി ചെയ്യാനുള്ള എനർജി കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഒരു ആരോഗ്യം, ഒരു എനർജി കിട്ടും അല്ലേ. ഫുഡൊന്നും കഴിക്കാതെ വെക്കുമ്പോൾ നമുക്കൊരു എനർജി ഇല്ലാത്ത പോലെയാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നതില്ലേ, വെറൈറ്റി ഓഫ് ഫുഡ്, നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് നമുക്ക് എനർജി ഉണ്ടാവാനാണ്. ടു ഗെറ്റ് എനർജി ഫോർ വർക്ക്സ് അല്ലേ, ജോലി ചെയ്യാനുള്ള എനർജി ഉണ്ടാവാൻ, അതുപോലെ വളരാൻ വേണ്ടിയിട്ട്, നമ്മുടെ ബോഡി വളരാൻ വേണ്ടിയിട്ട്, നമുക്കെന്താണ് ഹെൽത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട്, ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. നെക്സ്റ്റ് ആക്ടിവിറ്റി 3, വെറൈറ്റി ക്ലോത്തിങ്. ക്വസ്റ്റ്യൻ എ, തനു ആൻഡ് ഹിസ് ഫാദർ കെയിം ടു എ ടെക്സ്റ്റൈൽ ഷോപ്പ് ടു ബൈ ക്ലോത്ത്സ്. തുണികൾ, ക്ലോത്ത് വാങ്ങാൻ വേണ്ടിയിട്ട് തനു അവൻ്റെ അച്ഛനും അല്ലേ ടെക്സ്റ്റൈൽ ഷോപ്പിൽ വന്നതാണ്. സമ്മർ സീസൺ ഈസ് കമ്മിങ് അല്ലേ, സമ്മർ സീസൺ ചൂടുകാലം വരികയാണ്. വിച്ച് ഈസ് ദി മോസ്റ്റ് സ്യൂട്ടബിൾ ക്ലോത്ത് ഫോർ സമ്മർ സീസൺ. സമ്മർ സീസണിൽ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്ലോത്ത് ഏതാണ്? നിങ്ങൾ ചൂടുകാലത്ത് ഏത് ക്ലോത്താണ് ഇടല്? കോട്ടൺ ക്ലോത്ത്സ് ആണല്ലേ, കോട്ടൺ തുണികളല്ലേ നിങ്ങൾ ഇടല്, കോട്ടൻ്റെ ക്ലോത്ത്സ് ആണ് ചൂടുകാലത്ത് സമ്മർ സീസണിൽ ഏറ്റവും കംഫർട്ടബിൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്ലോത്ത്. നമുക്ക് ചൂടെടുക്കാതെ നിൽക്കാനുള്ള ക്ലോത്ത് ഏതാണ്? കോട്ടൻ്റെ ക്ലോത്ത് അല്ലേ, കോട്ടൺ ക്ലോത്ത്സ്. ഇതിൽ ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദി ഫീച്ചേഴ്സ് ഓഫ് ക്ലോത്ത്സ് യു വിയർ ഇൻ സമ്മർ സീസൺ. ഇനി സമ്മർ സീസണിൽ നിങ്ങൾ ഇടുന്ന ഈ ക്ലോത്ത്സ് അല്ലേ, അതായത് നമ്മുടെ കോട്ടൺ ക്ലോത്ത്സിൻ്റെ ഒക്കെ ഫീച്ചേഴ്സ് ഇതാണ്, പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എങ്ങനെയായിരിക്കണം നമ്മൾ ഈ ചൂടുകാലത്ത് ഇടുന്ന വസ്ത്രങ്ങളുടെ പ്രത്യേകത അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം? ക്ലോത്ത് ഷുഡ് അബ്സോർബ് മോയ്സ്ചർ ക്വിക്ക്ലി. നമ്മുടെ വിയർപ്പ് പെട്ടെന്ന് അബ്സോർബ് വലിച്ചെടുക്കാൻ കഴിയുന്ന ഡ്രസ്സുകളായിരിക്കണം അല്ലേ. ക്ലോത്ത് ഷുഡ് അബ്സോർബ് മോയ്സ്ചർ ക്വിക്ക്ലി അല്ലേ, മോയ്സ്ചർ പെട്ടെന്ന് ക്വിക്കായിട്ട് അബ്സോർബ് ചെയ്യാൻ കഴിയുന്ന ക്ലോത്ത്സ് ആയിരിക്കണം. ദർ ഷുഡ് ബി ഇൻ്റർവീവ് ഗ്യാപ്പ് ടു എൻഷ്യൂർ ഫ്ലോ ഓഫ് എയർ അല്ലേ. അവിടെ എന്തായിരിക്കണം? ഒരു ഗ്യാപ്പ് അല്ലേ. ദർ ഷുഡ് ബി എ ഗ്യാപ്പ് ടു എൻഷ്യൂർ ഫ്ലോ ഓഫ് എയർ അല്ലേ, വായു കടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. ലൈറ്റ് കളേർഡ് ഡ്രസ്സ് ഷുഡ് ബി വോൺ, ലൈറ്റായിട്ടുള്ള കളറുള്ള ഡ്രസ്സായിരിക്കണം നമ്മൾ ധരിക്കേണ്ടതില്ലേ, വോൺ ചെയ്യേണ്ടത്. അതായത് നമ്മുടെ ചൂടുകാലത്തില്ലേ സമ്മർ സീസണിൽ നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള ക്ലോത്ത്സ് ആയിരിക്കും ധരിക്കുക, അതിൻ്റെ ഫീച്ചേഴ്സ് ഇല്ലേ. നമ്മളെന്താ നല്ല ലൂസുള്ള ഡ്രസ്സായിരിക്കണം, അതുപോലെ ലൈറ്റ് കളേഴ്സില്ലേ. നമ്മൾ കറുപ്പ് ഡ്രസ്സ് ഇടുമ്പോൾ എന്തായിരിക്കും? ചൂട് കൂടുതലായിരിക്കും. അപ്പോൾ ചൂട് കുറഞ്ഞ വസ്ത്രങ്ങൾ, ലൈറ്റ് കളേഴ്സ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കുക. നല്ല ലൂസായിട്ടുള്ളത്, അതുപോലെ എയറില്ലേ, വായു കടക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ഡ്രസ്സ്. അതുപോലെ എന്താണ് അങ്ങനെ എന്തൊക്കെ ഡ്രസ്സാണ് നിങ്ങൾ ധരിക്കുക അല്ലേ, ആ ഒരു ഫീച്ചേഴ്സ് വെച്ചിട്ട് എഴുതിയാൽ മതി. അപ്പോൾ ഇതിലുള്ള സി ക്വസ്റ്റ്യൻ, വിച്ച് ഡ്രസ് ഈസ് മെയ്ഡ് യൂസിങ് ദി ഫർ ഓഫ് ഷീപ്പ് ടു സർവൈവ് കോൾഡ്.
കോൾഡിൽ നിന്ന് സർവൈവ് ചെയ്യാൻ അല്ലേ, തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഷീപ്പിൻ്റെ ഫറിലെ തോല് കൊണ്ട് ഉണ്ടാക്കുന്ന ഡ്രസ്സിൻ്റെ പേരെന്താണ് അല്ലേ? വിച്ച് ഡ്രസ് ഈസ് മെയ്ഡ് യൂസിങ് ദി ഫർ ഓഫ് ഷീപ്പ് അല്ലേ? ചെമ്മരിയാടിൻ്റെ ഒക്കെ തോല് കൊണ്ട് ഉണ്ടാക്കുന്ന ഡ്രസ്സിൻ്റെ പേരെന്താണ്? വൂളൻ ക്ലോത്ത് അല്ലേ? വൂളൻ നൂല് എന്ന് പറഞ്ഞിട്ട് നല്ല കട്ടിയുള്ള നൂലുണ്ടാവില്ല, അതാണ് ചെമ്മരിയാടിൻ്റെ തോല് കൊണ്ട് ഉണ്ടാക്കുന്ന. നമ്മൾ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അല്ലേ, തണുപ്പുള്ള സ്ഥലങ്ങളിൽ നല്ല കട്ടിയുള്ള വസ്ത്രങ്ങൾ കാണാറില്ലേ, അത് വൂളൻ ക്ലോത്ത്സ് ആണ്. ആക്ടിവിറ്റി ഫോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോബ്സ്, വ്യത്യസ്ത തരം ജോലികൾ. ക്വസ്റ്റ്യൻ എ, ഫൈൻഡ് ഔട്ട് ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോബ്സ് അസോസിയേറ്റഡ് വിത്ത് ദി കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസസ്. അപ്പോൾ നമ്മുടെ വീട് നിർമ്മാണം അല്ലേ, കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസസ് അല്ലേ, കൺസ്ട്രക്ഷനിലെ നിർമ്മാണം, വീടിൻ്റെ നിർമ്മാണത്തിൽ അസോസിയേറ്റ് ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ജോബ്സ് അല്ലേ, ഡിഫറെൻറ്റ് ജോബ്സ് ജോലികൾ ഏതൊക്കെയാണ്? വീട് നിർമ്മാണത്തിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? കൺസ്ട്രക്റ്റിംഗ് ബേസ്മെൻറ്റിലെ തറക്കെട്ടൽ, ബേസ്മെൻറ്റ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നതുണ്ട്. അതുപോലെ കാർപ്പൻട്രി ഉണ്ട്. ടൈലറിങ് ഉണ്ടോ? ഇല്ല. കൺസ്ട്രക്ഷൻ ഓഫ് വാൾസ് അല്ലേ, വാൾസ് ഉണ്ടാക്കാറുണ്ട് അല്ലേ, അതൊക്കെ എന്താണ്? വീട് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോയിങ് ഇല്ല, ടാപ്പിംഗ് ഇല്ല, പ്ലാസ്റ്ററിങ് അല്ലേ, പ്ലാസ്റ്ററിങ്ങും വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത്രയാണ് വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ അല്ലേ, വീട് നിർമ്മിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ജോലികൾ. ഇതിൽ ബി ക്വസ്റ്റ്യൻ, സ്കൂൾ ഈസ് എ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, വാട്ട് സർവീസ് ഡു യു ഗെറ്റ് ഫ്രം എ സ്കൂൾ? നിങ്ങളുടെ സ്കൂളിൽ നിന്ന് എന്തൊക്കെ സർവീസുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലേ? വാട്ട് സർവീസ് ഡു യു ഗെറ്റ്, എന്തൊക്കെയാണ് കിട്ടുന്നത് ഫ്രം എ സ്കൂൾ? സ്കൂളിൽ നിന്ന് എന്തൊക്കെയാണ് കിട്ടുന്നത്? നമുക്ക് ബുക്സ്, അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടാറുണ്ട്, അതുപോലെ വിദ്യാഭ്യാസം അല്ലേ, എഡ്യൂക്കേഷൻ കിട്ടാറുണ്ട്. അപ്പോൾ സ്കൂൾ പ്രൊവൈഡ്സ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ടു ആൾ, എല്ലാവർക്കും എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ നോളജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നോളജ് ആൻഡ് വിസ്ഡം അല്ലേ, അറിവ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് എന്തൊക്കെ സർവീസ് അല്ലേ, എന്തൊക്കെയാണ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ എന്തൊക്കെ സർവീസുകളാണ് നിങ്ങൾക്ക് സ്കൂളിൽ നിന്നല്ലേ? ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണല്ലേ, വിദ്യാഭ്യാസം അറിവ് കിട്ടുന്നില്ലേ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എഴുതാം. സി ക്വസ്റ്റ്യൻ, പുട്ട് എ ടിക്ക് അഗെയിൻസ്റ്റ് ദി പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഹെൽപ്പ് ഇൻ മണി ട്രാൻസാക്ഷൻ. മണി ട്രാൻസാക്ഷൻ അല്ലേ, അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ നേരെ ടിക്ക് ചെയ്യാനാണ് പറഞ്ഞത്. ബാങ്കിലല്ലേ മണി ട്രാൻസാക്ഷൻ നടക്കുന്നത് അല്ലേ, പൈസ പണമിടപാട് നടക്കുന്നത് ബാങ്കിലാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 5, മൈ ലാൻഡ് കേരള അല്ലേ. ക്വസ്റ്റ്യൻ എ, ഒബ്സർവ് ദി മാപ്പ് ഓഫ് കേരള, കേരളൻ്റെ മാപ്പ് ഒബ്സർവ് ചെയ്യാൻ. ഫൈൻഡ് ഔട്ട് ദി ഫീച്ചേഴ്സ് ഓഫ് ദി ഗിവൺ ഡിസ്ട്രിക്ട്സ് ആൻഡ് കംപ്ലീറ്റ് ദി ടേബിൾ അല്ലേ. ഇതിൻ്റെ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. ഓരോ ഡിസ്ട്രിക്റ്റിൻ്റെയും ഫീച്ചേഴ്സ് അല്ലേ, ഇതിൽ നിന്ന് നമുക്ക് എന്താണ് ഓരോ ഡിസ്ട്രിക്റ്റിൻ്റെയും ഫീച്ചേഴ്സ് കണ്ടുപിടിക്കാൻ കഴിയും അല്ലേ, ഈ മാപ്പിലുണ്ട് അല്ലേ. കാസർഗോഡിൻ്റെ ഫീച്ചർ എന്താണല്ലേ, ഓരോ ഡിസ്ട്രിക്റ്റും തന്നിട്ടുണ്ട്, കാസർഗോഡ്, ഇടുക്കി, പാലക്കാട്, തിരുവനന്തപുരം. അപ്പോൾ ഓരോ ഡിസ്ട്രിക്റ്റിൻ്റെയും ഫീച്ചേഴ്സ് എന്താണ് ഇതിൽ തന്നെയുണ്ട് അല്ലേ. ഈ മാപ്പ് നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. കാസർഗോഡ് എവിടെയാണുള്ളത്? ഇവിടെയാണ്. ഈ മാപ്പിൽ ക്ലിയർ ഇല്ല, ഞാൻ മലയാളം മീഡിയത്തിൻ്റെ മാപ്പ് കാണിച്ചു തരാം അല്ലേ. കാസർഗോഡ്, ദി ഡിസ്ട്രിക്ട് ദാറ്റ് ഷെയർസ് ബോർഡർ വിത്ത് കർണാടക അല്ലേ, കർണാടകയുമായിട്ടാണ് ബോർഡർ ഷെയർ ചെയ്യുന്ന ഡിസ്ട്രിക്റ്റാണ് കാസർഗോഡ് എന്ന് പറയുന്നത്. ഇവിടെയാണ് കാസർഗോഡ് അല്ലേ, അതിൻ്റെ അടുത്തുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇടുക്കി എന്താണ്? ഇടുക്കി ഇവിടെയാണ് അല്ലേ, അതായത് തമിഴ്നാടുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന ഡിസ്ട്രിക്റ്റാണ് ഏത്? ഇടുക്കി എന്ന് പറയുന്നത്. ഡിസ്ട്രിക്ട് ദാറ്റ് ഷെയർസ് ബോർഡർ വിത്ത് തമിഴ്നാട് എന്ന് എഴുതാം അല്ലേ. ഇവിടെ കർണാടകയുമായിട്ടാണ് നമ്മൾ എഴുതിയത് അല്ലേ, ഇവിടെ തമിഴ്നാടിൻ്റെ അടുത്താണ് ഇടുക്കി ഉള്ളത്. അപ്പോൾ തമിഴ്നാടുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നത് ഇടുക്കിയാണ്. അതുപോലെ പാലക്കാട്, തിരുവനന്തപുരം, അതൊക്കെ എവിടെയാണ് അല്ലേ, അതിൻ്റെ ബോർഡറിൽ ഏതൊക്കെ ജില്ലകളാണുള്ളത് നോക്കിയിട്ട് എഴുതിയാൽ മതി. അപ്പോൾ ഞാൻ മലയാളം മീഡിയത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള മാപ്പ് കാണിച്ചു തരാം. കാസർഗോഡ് ജില്ല അല്ലേ, കാസർഗോഡ് ഏതാണ്? കർണാടകയുമായി അതിർത്തി പങ്കിടുന്നത്. ഇവിടെ കർണാടക അല്ലേ അതിൻ്റെ അടുത്തുള്ളത് അല്ലേ, കാസർഗോഡിൻ്റെ അടുത്തുള്ളത് കർണാടകയുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്, അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇടുക്കിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഇടുക്കിൻ്റെ അടുത്ത് ഏതാണ്? തമിഴ്നാട്. അപ്പോൾ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്നു അല്ലേ, തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്നതാണ് ഇടുക്കി അല്ലേ. വേറൊന്നും നമുക്കറിയാം, ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി, അതും അതിൻ്റെ പ്രത്യേകതയാണ്. നിങ്ങൾ പഠിച്ചു വെക്കുക അല്ലേ, ഇടുക്കി ഏറ്റവും വലിയ ജില്ലയാണ്. ഇതിൽ ഏറ്റവും വലിപ്പമില്ല, ഇതിൽ തന്നെ നിങ്ങൾക്കറിയാം ഇതിൽ ഏറ്റവും വലിപ്പമുള്ളത് ഇടുക്കിക്കാണ് അല്ലേ. പാലക്കാട് എന്താണ്? അതുപോലെ മലപ്പുറം, തൃശ്ശൂർ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്നു. പാലക്കാട് എവിടെ അല്ലേ? പാലക്കാടിൻ്റെ അതിർത്തി എന്ന് പറഞ്ഞാൽ ഈ ബോർഡർ അല്ലേ, അതേതാണ്? മലപ്പുറവും തൃശ്ശൂരിൻ്റെ ഇടയിലാണ് പാലക്കാട് അല്ലേ, അതിൻ്റെ ബോർഡറിലായിട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ മലപ്പുറമായിട്ടും തൃശ്ശൂരുമായിട്ടും അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് പാലക്കാട് അല്ലേ. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഇനി തിരുവനന്തപുരം നമ്മുടെ തലസ്ഥാനമാണെന്ന് എല്ലാവർക്കും അറിയില്ലേ, നമ്മുടെ തലസ്ഥാനം ഏതാണ്? തിരുവനന്തപുരമാണ്. അപ്പോൾ തലസ്ഥാന ജില്ലയാണ് തിരുവനന്തപുരം. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്താം. അപ്പോൾ ഇതിലുള്ള ബി ക്വസ്റ്റ്യൻ, മറ്റു ജില്ലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കേരളത്തിലെ ഏക ജില്ല ഏത്? എല്ലാ ജില്ലകളാലും ചുറ്റപ്പെട്ട് കിടക്കുന്നത് കോട്ടയമാണ്. ഇതിൽ നോക്കിയാൽ അറിയാം എല്ലാ ജില്ലകളാലും അല്ലേ ചുറ്റപ്പെട്ട് കിടക്കുന്നത് അല്ലേ. അതായത് ഇതാണ് കോട്ടയം അല്ലേ, ചുറ്റും മറ്റ് ജില്ലകളുണ്ട് ഇല്ലേ, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, ഇതിൻ്റെ ഒക്കെ നടുവിൽ ചുറ്റുമായിട്ട് ജില്ലകൾ ചുറ്റുമുണ്ടല്ലേ. ചുറ്റപ്പെട്ട് കിടക്കുന്നത് കേരളത്തിലുള്ളത് കോട്ടയാണ്. ഇത് കേരളത്തിലുള്ളതല്ലേ, അപ്പോൾ കോട്ടയത്തിന് ചുറ്റുമാണ് മറ്റ് ജില്ലകളുള്ളത്. ഇതിൻ്റെ ഒന്നും ചുറ്റുമില്ലല്ലോ, ഈ സൈഡിലില്ല ഉണ്ടോ, ഇതിൻ്റെ ഒന്നും ചുറ്റുമില്ല, ഇതിൻ്റെത് മാത്രമാണ് ചുറ്റും ചുറ്റപ്പെട്ട് കിടക്കുന്നതില്ല. അപ്പോൾ കോട്ടയത്തിൻ്റെത് മാത്രമാണ് അല്ലേ ചുറ്റും മറ്റ് ജില്ലകളുള്ളത് അല്ലേ, ചുറ്റപ്പെട്ട് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ അല്ലേ. മറ്റു ജില്ലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ്? കോട്ടയം. അതുപോലെ ഇതിലുള്ള സി ക്വസ്റ്റ്യൻ, ഞാനാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല. ആരാണ് ഞാൻ?
ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴ അല്ലേ, ഓപ്ഷൻ എ. ആലപ്പുഴയാണ് ഏറ്റവും ചെറിയ ജില്ല. അതും ആ മാപ്പിലുള്ള ഏറ്റവും ചെറുത് നോക്കിയാൽ മതി അല്ലേ. ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ്? ആലപ്പുഴ അല്ലേ. അല്ല, ഏറ്റവും ചെറുതാണ് അല്ലേ. ഇതിനേക്കാൾ ചെറുത് വേറെ ഉണ്ടോ? അല്ലേ, ചെറുതാണ് ആലപ്പുഴ. അതൊക്കെ അതിനേക്കാൾ വലുപ്പമുണ്ട് ഇല്ലേ. ഏറ്റവും ചെറുത് ആലപ്പുഴ ആണ്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 6 വാട്ടർ ആൻഡ് സോയിൽ. ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് സോയിൽ ആർ ഗിവൺ ബിലോ. അല്ലേ, സോയിലിൻ്റെ ഫീച്ചേഴ്സ് പ്രത്യേകതകൾ താഴെ തന്നിട്ടുണ്ട്. ദർ ഈസ് എയർ ഇൻ ദി സോയിൽ. അല്ലേ, സോയിലിൽ എന്താണ്? എയർ ഉണ്ട്. ദർ ഈസ് ബയോമാസ് ഇൻ ദി സോയിൽ. സോയിലിൽ എന്താണ്? ബയോമാസ് ഉണ്ട്. ദർ ആർ ട്രേസസ് ഓഫ് വാട്ടർ ഇൻ ദി സോയിൽ. അല്ലേ, സോയിലിൽ വാട്ടറിൻ്റെ ട്രേസസ് ഉണ്ട്. അല്ലേ, വെള്ളമുണ്ട്, എയർ ഉണ്ട്, ബയോമാസ് ഉണ്ട്. ഇതൊക്കെ മണ്ണിൻ്റെ സവിശേഷതകളാണല്ലേ, സോയിലിൻ്റെ ഫീച്ചേഴ്സാണ്. അപ്പോൾ സോയിലിൻ്റെ ഫീച്ചേഴ്സ് എഴുതാനും വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ സോയിലിൻ്റെ ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. ഈ സോയിലിൻ്റെ ഫീച്ചേഴ്സ് എഴുതാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതൊക്കെ എഴുതാം. ക്വസ്റ്റ്യനെ പ്രിപ്പയർ ആൻ ഒബ്സർവേഷൻ നോട്ട് ടു പ്രൂവ് ദാറ്റ് ദർ ആർ ട്രേസസ് ഓഫ് വാട്ടർ ഇൻ സോയിൽ. അപ്പോൾ നിങ്ങളോടൊരു ഒബ്സർവേഷൻ നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. എന്ത് പ്രൂവ് ചെയ്യാൻ, തെളിയിക്കാൻ? മണ്ണിൽ എന്താണ്? ട്രേസസ് ഓഫ് വാട്ടർ അല്ലേ, വാട്ടറിൻ്റെ ട്രേസസ്, വെള്ളമുണ്ട് എന്നുള്ള പരീക്ഷണമില്ല, അത് തെളിയിക്കാൻ അല്ലെ, അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ. അപ്പോൾ എയിം, മെറ്റീരിയൽസ് എന്തൊക്കെ വേണം? മണ്ണ് വേണമല്ലേ, മണ്ണിൽ വെള്ളമുണ്ടെന്നാണ് തെളിയിക്കേണ്ടത് അല്ലെ, ജലാംശമുണ്ടെന്നാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ സോയിൽ ഫ്രം ഗാർഡൻ വേണം, ട്രാൻസ്പാരൻറ്റ് പ്ലാസ്റ്റിക് ബോട്ടിൽ വേണം. മെത്തേഡ്സ് ഓഫ് എക്സ്പെരിമെൻറ്റ്, എങ്ങനെയാണ് എക്സ്പെരിമെൻറ്റ് ചെയ്യേണ്ടത്? ഒബ്സർവേഷൻ, ഇൻഫറൻസ് ഇല്ലേ, അതിൻ്റെ റിസൾട്ട് എല്ലാം കൂട്ടി നിങ്ങളെന്താണ് ഒരു ഒബ്സർവേഷൻ നോട്ട് തയ്യാറാക്കണം. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഇല്ലേ. അപ്പോൾ അത് പഠിച്ചിട്ട് എഴുതുക. അതുപോലെ സോയിലിൽ എയർ ഉണ്ട് എന്നുള്ളതിനുള്ള എക്സ്പെരിമെൻ്റ് ഉണ്ട്, സോയിലിൽ ബയോമാസ് ഉള്ളത്, അതിൻ്റെ ഒക്കെ നിങ്ങൾ പഠിച്ച് വെക്കുക. ഏതാ ചോദിക്കുക എന്ന് പറയാൻ പറ്റില്ല. ഇത് തന്നെ ആയിരിക്കില്ല നിങ്ങൾക്ക് ചോദിക്കുക. ഇത് മാർച്ചിലില്ലേ, ഈ വർഷം മാർച്ചിൽ തന്നെ വേറെ സ്കൂളുകളിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും നിങ്ങൾക്ക് ഇത് തന്നെ ചോദിക്കണമെന്നില്ല അല്ലേ. ഇനി എന്താണ് എക്സാം കഴിയാത്തവരുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും നിങ്ങൾ ചോദ്യം പ്രതീക്ഷിക്കുക അല്ലേ. ഓരോ ഒബ്സർവേഷൻ മാത്രം പഠിച്ചു വെക്കരുത്, എല്ലാത്തിൻ്റെതും പഠിച്ചു വെക്കുക. ഏതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കുക. As part of their study trip to a soil testing lab, Ammu and friends saw a statement displayed on a board in front of the lab. സോയിൽ ടെസ്റ്റിംഗ് ലാബിലെ മണ്ണ് ടെസ്റ്റ് ചെയ്യുന്ന ലാബിലേക്കാണ് ഇവർ സ്റ്റഡി ട്രിപ്പ് പ്ലാൻ ചെയ്തതിൽ പോയത്. അവിടെ മണ്ണുമായിട്ട് ബന്ധപ്പെട്ടൊരു ബോർഡ് ഉണ്ടല്ലേ, എന്താണ്? വി ക്യാൻ ഓൺലി സർവൈവ് ഇഫ് ദി സോയിൽ ഈസ് പ്രൊട്ടക്റ്റഡ് ഫ്രം പൊല്യൂഷൻ ആൻഡ് ലോസ് ഓഫ് ഫെർട്ടിലിറ്റി. നമുക്ക് എങ്ങനെയാണ് അതിജീവിക്കാൻ കഴിയുകയുള്ളൂ? മണ്ണിനെ സംരക്ഷിച്ചാലല്ലേ, പൊല്യൂഷനിൽ നിന്നും ഫെർട്ടിലിറ്റിയിൽ നിന്നും മണ്ണിനെ സംരക്ഷിച്ചാലേ നമുക്ക് സർവൈവ്, അതിജീവനമുള്ളൂ എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു പോസ്റ്റർ നിങ്ങളോട് തയ്യാറാക്കാനാണ് പറഞ്ഞത്, മണ്ണിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടില്ലേ. ബി ക്വസ്റ്റ്യൻ പ്രിപ്പയർ എ പോസ്റ്റർ ടു ഗീവ് അവയർനെസ് ഓൺ ദി നീഡ് ഫോർ പ്രൊട്ടക്റ്റിംഗ് സോയിലിലെ മണ്ണിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. അപ്പോൾ മണ്ണിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഇതുപോലത്തുള്ള കോഡ്സിലെ അതിനെ സംരക്ഷിക്കുക, മണ്ണിനെ നമ്മളെന്താണ് സംരക്ഷിക്കണം, എന്നാലേ നമുക്ക് അതിജീവനമുള്ളൂ അല്ലേ, സർവൈവ് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടൊക്കെ എന്തെങ്കിലും കോഡ്സ് കൊടുത്തിട്ട് പിക്ചറും ഹെഡ്ലൈനൊക്കെ കൊടുത്തിട്ട് മനോഹരമാക്കിയിട്ടാണ് പോസ്റ്റർ ഉണ്ടാക്കേണ്ടത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 2025 മാർച്ചിൽ നടന്ന ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത്. ഇനിയും എക്സാം കഴിയാത്തവരുണ്ട്, അവർക്ക് ഇത് തന്നെ ആയിരിക്കില്ല ചോദിക്കുക, ഇതേ മോഡലിലേ. അപ്പോൾ നിങ്ങൾ എല്ലാ തരത്തിലും പഠിച്ചു വെക്കുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ക്ലാസ് 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ലഭിക്കുന്നതാണ്. ഇതുവരെ കഴിഞ്ഞാലേ ക്രിസ്മസ് എക്സാമിന് ഫസ്റ്റ് ചാപ്റ്റേഴ്സ് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടുന്നതാണല്ലേ, എല്ലാ സബ്ജക്റ്റിൻ്റെതും കിട്ടുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് സബ്ജക്ട്സ് വേണമെങ്കിൽ ക്ലാസ് 3 ഇംഗ്ലീഷ്, ക്ലാസ് 3 മാത്സ് എന്നുള്ളൊക്കെ പ്ലേലിസ്റ്റ് നോക്കിയാൽ ഓരോ വിഷയങ്ങളും ഓരോ പാഠഭാഗങ്ങളും ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോൻ്റെ ലൈക്ക് ബട്ടൺ അമർത്താൻ നിങ്ങൾ മറക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നു.